Good morning, students. Welcome to today's class. Today we are discussing about realization of FIR filter. Okay. Now coming to the topic realization of FIR filter, first we have to study direct form or transversal structure. Direct form FIR filter or transversal structure of FIR filter. Direct structure and transversal structure എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഐ ആർ ഫിൽട്ടേഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസന്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഇൻപുട്ട്. പ്രസന്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ പാസ്റ്റ് ഔട്ട്പുട്ട്. സോ പാസ്റ്റ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഒരു ഔട്ട്പുട്ട് ടേം ആയിട്ടുണ്ടാവില്ല. ഓക്കെ, വൈ ഓഫ് എൻ എന്നുള്ള ആ ഇതിൽ ഇൻപുട്ടും അതുപോലെ തന്നെ പാസ്റ്റ് ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ, പാസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാവില്ല ഇൻ കേസ് ഓഫ് FIR filter. Okay, so the system function of FIR filter can be written as h of z is equal to sigma n equal to 0 to n minus 1 h of n z raised to minus n. Transfer function അങ്ങനെ എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ കൊടുക്കാം. സോ വി ഹാവ് h of n equal to 0, we have h of 0 into z raised to 0, that is 1. So h of 0 plus h of 1 into z raised to minus 1 plus h of 2 into z raised to minus 2 plus etc. plus h of n minus 1 into z raised to minus n minus 1. Okay, അങ്ങനെയാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ബൈ ഇൻപുട്ട് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഓക്കെ, നൗ y of z is equal to x of z നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈച്ച് ടേമിലും എച്ച് ഓഫ് സെഡ് എക്സ് ഓഫ് സെഡ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എച്ച് ഓഫ് 0 ഇൻറ്റു എക്സ് ഓഫ് സെഡ് പ്ലസ്, അതായത് പ്രസന്റ് ഇൻപുട്ട്, പ്ലസ് h of 1 into z inverse x of z. Z inverse x of z ആണ് z x of n minus 1 ആണ്. സോ ദറ്റ് ഈസ് പാസ്റ്റ് ഇൻപുട്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പാസ്റ്റ് ഇൻപുട്ട് ആണ്. സോ എല്ലാത്തിൻ്റെ കൂടെ ഒരു എക്സ് ഓഫ് സെഡ് മൾട്ടിപ്ലൈ ചെയ്തു. സോ വൈ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ദിസ് ടൈം. ഈ ഒരു ഫോമിലാണ് നമ്മുടെ FIR ഫിൽട്ടർ സ്ട്രക്ചറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമാറ്റ്. ഓക്കെ, so this equation 6.156, this equation can be realized as input x of z and output is y of z. Now input x of z, first term എന്താ? x of z into x0. So x of z, x0 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So x of z into x0 plus then h of 1 into z inverse x of z. So x of z into z inverse, അതിലോട്ട് എച്ച് ഓഫ് 1 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്തു. സോ ഈ ഒരു ടേം കിട്ടി. ഈ ഫസ്റ്റ് 2 ടേംസ് ആഡ് ചെയ്ത ടേം പറയുമ്പോൾ എച്ച് ഓഫ് 0 ഇൻറ്റു എക്സ് ഓഫ് സെഡ് പ്ലസ് എച്ച് ഓഫ് 1 ഇൻറ്റു എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് ഇൻവേഴ്സ് പ്ലസ് ദെൻ എച്ച് ഓഫ് 2 സെഡ് മൈനസ് 2 എക്സ് ഓഫ് സെഡ്. സോ എക്സ് ഓഫ് 2 കിട്ടണം. z minus 2 എന്നിട്ട് z minus 1ൻ്റെ കൂടെ തന്നെ z minus 1 ചെയ്യാം. സോ വി ഗെറ്റ് z minus 2 ഹിയർ ആൻഡ് x of 2. സോ ഹിയർ നമുക്ക് എന്ത് കിട്ടും? x of z minus 1 into z minus 1. സോ x of z minus 2 കിട്ടും. ഈ ഒരു കേസിൽ x of z minus 2 into h of 2 പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ വരുമ്പോൾ x of z. ഓക്കെ, ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്. x of z into 1 2 3 അങ്ങനെ വരുമ്പോൾ z n minus 1 into h of n minus 2 plus h of n minus 1 plus, and our last we get y of z. Okay, so x of z input എടുക്കുമ്പോൾ y of z, we get y of z as output, right? So this structure is known as transversal structure or direct form realization. The transversal structure requires n multipliers, n minus 1 adders and n minus 1 delay elements. Okay, n multipliers ഉണ്ട്. So this is h of 0, h of 1. So 0 to n minus 1 അല്ലേ? So ഓരോന്നിൻ്റെ കൂടെ multipliers ഉണ്ട്. So n multipliers ഉണ്ട്. That is 0 to h of 0, h of 1, 0 to n minus 1. So n multipliers ഉണ്ട്. n minus 1 adders. Okay, adders ഇവിടെ ഇല്ല. So ഇത്രയും ആഡേഴ്സ് നോക്കുമ്പോൾ n minus 1 ആഡേഴ്സ്, അതുപോലെ തന്നെ ഡിലേ എലമെന്റ്സും n minus 1 ഡിലേ എലമെന്റ്സും ഉണ്ട്. ഓക്കെ, z inverse, right? Then next, this is the direct form structure or transversal structure of FIR filter. Then second type of structure is cascade realization. Equation 6.155, that is this. ഈ ഒരു ഫോമാറ്റ്
h of z is equal to sigma n equal to 0 to 1 minus 1 x of n z minus 1 in a expand the form can be realized in cascaded form from the factored form of x of z for n odd. അതായത് cascaded form ആയിട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഫാക്ടറൈസ് നമുക്ക് തന്ന ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതിനെ h1 of z h2 of z സെപ്പറേറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡയറക്റ്റ് ഫോം 1 യൂസ് ചെയ്തിട്ട് അതിനെ കാസ്കേഡ് ചെയ്യാം. ഓക്കെ, സോ n ഓഡ് ആണെങ്കിൽ h of z ഇക്വേഷൻ ആണിത്. സോ h of z is equal to പൈ അറിയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻസ് ആ വരുന്നത്. പൈ k equal to 1 to n minus 1/2 into bk0 plus bk1 z inverse plus bk2 z minus 2. Okay, so h of z in the format pi k equal to 1 to n minus 1/2 for bk0 plus bk1 z inverse plus bk2 z minus 2. Okay, k takes values from 1 to n minus 1/2 for n equal to odd. Okay, ഇനി ഇതിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഫോർ k equal to 1 we have b10 plus b11 z inverse plus b12 z minus 2 into when k equal to 2 we have b20 plus b21 z inverse plus b22 z minus 2 into etc. plus when k equal to n minus 1/2 we have bn minus 1/2 0 plus bn minus 1/2 1 z inverse plus bn minus 1/2 2 z minus 2, right? So this is 1/2 0 1 2. Okay, അങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. So this is the form for n equal to odd. For n odd, n minus 1 will be even and h of z will have n minus 1/2 second order factors. Okay, n ഓഡ് ആവുമ്പോൾ n minus 1 ഈവൺ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 1 മുതൽ n minus 1/2 വരെ. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? n minus 1/2 ടേംസ് ഉണ്ടാവും അല്ലേ? ഈ n minus 1/2 ടേംസ് നോക്കുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. ഈ ഫസ്റ്റ് ടേം സെക്കൻഡ് ഓർഡർ ആണ്, എല്ലാം സെക്കൻഡ് ഓർഡർ ആണ്. സോ ഈ n minus 1/2 ടേംസ് ഉണ്ട്. ഈ എല്ലാ ടേംസും എന്താണ്? സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ആണ്. This second order factor form h of z is realized in direct form and is cascaded to realize h of z as shown in figure. Okay, ഈ ഓരോ സെക്കൻഡ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഫോമിൽ കണ്ടിട്ട് അതിനെ ഒരുമിച്ച് കാസ്കേഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും, റൈറ്റ്? സോ ഫസ്റ്റത്തെ നമ്മൾ ഓക്കെ എക്സ് ഓഫ് എൻ ഇൻപുട്ട് വന്നു. ഫസ്റ്റ് b10 പ്ലസ് b11 z ഇൻവേഴ്സ്. ഓക്കെ, b10ന്റെ കൂടെ z ഇൻവേഴ്സ് ഇല്ല, സോ കറക്റ്റ് b10 ഡയറക്റ്റ് എടുത്തു പ്ലസ് z ഇൻവേഴ്സ് b11 പ്ലസ് z ഇൻവേഴ്സ് b12 ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. സോ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കിട്ടി. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ സിമിലർ വേയിൽ തന്നെ എക്സ് ഓഫ് എൻ കൊടുക്കുന്നു ആൻഡ് ഓൾസോ ഈ ഒരു ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിലോട്ട് കൊടുക്കുന്നു ആൻഡ് ഓൾസോ ഫസ്റ്റ് b20 ദെൻ ഇതേ സെയിം പോലെ തന്നെ b20 z ഇൻവേഴ്സ് കൊടുത്തിട്ട് b21 ദെൻ z ഇൻവേഴ്സ് കൊടുത്തിട്ട് b22 ആഡ് ചെയ്യുന്നു ആൻഡ് എക്സെട്ര പ്ലസ് bn minus 1 z ഇൻവേഴ്സ് bn minus into 2 പ്ലസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് y of n. സോ ഈ കിട്ടുന്ന h1 of n h1 of z h2 of z h3 of z നെയൊക്കെ കാസ്കേഡ് ചെയ്ത ഫോമിലോട്ട് ചെയ്യുക ബൈ യൂസിങ് ഡയറക്റ്റ് ഫോം 1 മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് ഫോം മെത്തേഡ് 1 2 പറഞ്ഞിട്ട് ഇവിടെ ഇല്ല, ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇനി n ഈവൺ കേസ് ആകുമ്പോൾ h of z is equal to b10 b11 z inverse into pi k equal to 2 to n/2 bk0 plus bk1 z inverse plus bk2 z minus 2. ഓക്കെ, സോ ഈ പൈയുടെ ഉള്ളിൽ കറക്റ്റ് ആണ്, ഈ സെയിം സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ 1 to n minus 2 എന്ന് പറഞ്ഞതിന് പകരം k equal to 1 എന്നുള്ള ടേം ഓൾറെഡി എഴുതി. k equal to 1 എന്നുള്ള ടേം ആകുമ്പോൾ b10 plus b11 z inverse. ഇവിടെ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ അല്ല, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്. ഈ ഒരു bk2 z minus 2 എന്നുള്ള ടേം ഇല്ല when k equal to 1. ഓക്കെ, സോ ഈവൺ ടേം ആകുമ്പോൾ k equal to 1 നമ്മൾ സെപ്പറേറ്റ് എഴുതണം, കാരണം അതൊരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്. അതിലത്തെ തേർഡ് ടേം bk2 എന്നുള്ള ടേം ഇല്ല. ദെൻ നെക്സ്റ്റ് k equal to 1 എന്നുള്ള ടേം എഴുതി. പിന്നെ k സ്റ്റാർട്ട് ചെയ്യുന്നത് k equal to 2 മുതലാണ് ആൻഡ് ആൾസോ ഇത് ഈവൺ ആയതുകൊണ്ട് n/2 എന്ന് കൊടുത്താൽ മതി. സോ k equal to 2 to n/2 ബാക്കി ചെയ്യുന്നു. ഓക്കെ, സോ ഫ്രം ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇവിടെ n minus 1 n ഈവൺ ആയതുകൊണ്ട് n minus 1 ഓഡ് ആണ്. സോ ഇവിടെ ഒരു വൺ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ, ദിസ് ഇസ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ. സോ ഹിയർ വി ഹാവ് വൺ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഓർ ഫസ്റ്റ് ഓർഡർ ഫാക്ടർ ആൻഡ് n minus 2/2 സെക്കൻഡ് ഓർഡർ. ഓക്കെ, അതേഴ്സ് ഒക്കെ സെക്കൻഡ് ഓർഡർ ആണ്, റൈറ്റ്? അവിടെ n minus 1/2 സെക്കൻഡ് ഓർഡർ ആയിരുന്നു. ഇവിടെ ഒന്ന് മാത്രം ഫസ്റ്റ് ഓർഡറും ബാക്കി n minus 2/2 എന്താണ് സെക്കൻഡ് ഓർഡർ, റൈറ്റ്? ഇനി ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് h of z is equal to b10 plus b11 z inverse. അത് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ k equal to 2 കൊടുത്താൽ b
20 plus b21 z inverse plus b22 z minus 2 plus etc. plus n by 2 കൊടുക്കുമ്പോൾ b n by 2 0 plus b n by 2 1 z inverse plus b n by 2 2 z minus 2 വരെ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എക്സ് ഓഫ് സെഡ്. സിമിലർ വേ നമ്മളതിനെ കാസ്കേഡ് എച്ച് ഓഫ് സെഡ് കാണാൻ ഓരോന്നും കണ്ടിട്ട് കാസ്കേഡ് ചെയ്യാം. സോ ഫസ്റ്റിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, അതായത് സെക്കൻഡ് ഓർഡർ അല്ല ഫസ്റ്റ് ഓർഡർ ആണ്. സോ b10 കോൺസ്റ്റന്റ് പ്ലസ് z ഇൻവേഴ്സ് b11 പ്ലസ് ഈ ഒരു സെക്ഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയൊക്കെ അതുപോലെ നമുക്ക് കാസ്കേഡ് ചെയ്തിട്ട് ചെയ്യും. റൈറ്റ്, so that's all about cascade realization. Then moving to the problems, we have determine the direct form realization of the system function h of z is equal to 1 plus 2z inverse minus 3z minus 2 minus 4z minus 3 plus 5z minus 4. Okay, so h of z is equal to 1 plus 2z inverse minus 3z minus 2 minus 4z minus 3 plus 5z minus 4. Okay, ഇനി ഇതിനെ നമുക്ക് എച്ച് ഓഫ് സെഡിനെ എച്ച് ഓഫ് വൈ എന്നുള്ള ടേമിൽ എഴുതിയിട്ട് എച്ച് ഓഫ് എക്സ് ഓൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഹാവ് വൈ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് പ്ലസ് 2z ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ് മൈനസ് 2z മൈനസ് 2 എക്സ് ഓഫ് സെഡ് മൈനസ് 4z മൈനസ് 3 എക്സ് ഓഫ് സെഡ് പ്ലസ് 5z മൈനസ് 4 എക്സ് ഓഫ് സെഡ്. റൈറ്റ്, ഓക്കെ. Then the above equation realize ചെയ്യാം. സോ എക്സ് ഓഫ് എൻ ഇതിനെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷനിലോട്ട് മാറ്റാം. സോ ദിസ് ഇസ് എക്സ് ഓഫ് എൻ ഇൻപുട്ട് ഉണ്ടാവും. സോ 2 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് സെഡ്. സോ സെഡ് ഇൻവേഴ്സ് ഡയറക്റ്റ് ഫോമിലാകുമ്പോൾ ഇവിടെയാണ് സെഡ് ഇൻവേഴ്സ് വരുന്നത്. സെഡ് ഇൻവേഴ്സ് 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ ഒരു 1 ഉണ്ടാവും. 1 സോ എക്സ് ഓഫ് എൻ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു എക്സ് ഓഫ് എൻ സെഡ് ഇൻവേഴ്സ്. ദെൻ നെക്സ്റ്റ് സെഡ് ഇൻവേഴ്സ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മൈനസ് 3 പ്ലസ് വീണ്ടും സെഡ് ഇൻവേഴ്സ് മൈനസ് 4 പ്ലസ് വീണ്ടും പ്ലസ് 5 സെഡ് ഇൻവേഴ്സ് z minus 4 x of z. So x of n ഇൻറ്റു ഈ സെഡിൻ്റെ ടേമുകളൊക്കെ ഇവിടെ വരുന്നു. സോ മൾട്ടിപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നു. അതെല്ലാം കൂടി എടുത്തിട്ട് y of n ഔട്ട്പുട്ട് ആയിട്ട്. ഓക്കെ, സോ that's all about this problem. Okay, that's all about this problem. The next problem. So that's all about this section. Okay, thank you. Have a nice day.